നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ 4 വാട്സപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 വാട്സപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫോണിൽ 4 വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നോർമൽ വാട്സപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുവേണ്ടി വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാൻ സാധിക്കും നോർമൽ വാട്സപ്പ് ഇവിടെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്താൽ ഓൾറെഡി ഞാൻ അതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. വാട്സപ്പ് ബിസിനസ് എന്നുള്ള രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ 2 വാട്സപ്പ് ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നു. ഒന്ന് നോർമൽ വാട്സപ്പ്, ഒന്ന് ബിസിനസ് വാട്സപ്പും. വാട്സപ്പ് ബിസിനസ്സും നോർമൽ വാട്സപ്പും സെയിം ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പാണ്. ഈ വാട്സപ്പ് ബിസിനസ്സുകാർക്ക് മാത്രമുള്ള ആപ്പല്ല, പക്ഷേ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഫീച്ചറുകൾ അധികമുണ്ട് എന്ന് മാത്രം. വാട്സപ്പ് ബിസിനസ്സും നോർമൽ വാട്സപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ 2 വാട്സപ്പ് ക്രിയേറ്റഡ് ആണ്, 2 ആപ്ലിക്കേഷൻ ക്രിയേറ്റഡ് ആണ്. ഇനി നമുക്ക് 2 ആപ്പ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒഫീഷ്യലായിട്ട്. അതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ നിങ്ങൾ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലോൺ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആപ്പ് ക്ലോണർ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകൾ നമുക്ക് ഡബിൾ ആക്കി എടുക്കാൻ സാധിക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ നോർമൽ വാട്സപ്പ് നമുക്ക് ഡബിൾ ആക്കി എടുക്കാൻ സാധിക്കും. വാട്സപ്പ് ബിസിനസ് നമുക്ക് ഡബിൾ ആക്കി എടുക്കാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഡബിൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓൺ എന്ന് കാണുന്നത്. ഇനി ഓൺ ചെയ്യാത്ത ഏതെങ്കിലും ആപ്പാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ആപ്പ് ക്ലോൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പോ പോലുള്ള ചില മൊബൈൽ ഫോണുകളുടെ ഫീച്ചറാണ്. ഇനി ചില മൊബൈൽ ഫോണിൽ നിങ്ങൾ ഡ്യുവൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്യുവൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്യുവൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഡ്യുവൽ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്പാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ്സിൻ്റെയും ഒരു ക്ലോൺ ആപ്പ് അല്ലെങ്കിൽ ഡ്യുവൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. നോർമൽ വാട്സപ്പിൻ്റെയും ഒരു ഡ്യുവൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ 2 ഡ്യുവൽ ആപ്പും 2 ഒഫീഷ്യൽ ആപ്പും ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ 4 വാട്സപ്പ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ 2 നമ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്പറിൻ്റെ വാട്സപ്പ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനോ ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ 4 വാട്സപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. സാധാരണ 2ൽ കൂടുതൽ ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, വാട്സപ്പ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി പല ആളുകളും GB വാട്സപ്പോ യോ വാട്സപ്പോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് തേർഡ് പാർട്ടി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഒഫീഷ്യൽ വാട്സപ്പ് മാത്രം നിങ്ങൾക്ക് 4 ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.